ഓക്കെ, അപ്പോൾ എന്താണ് ആവറേജ്? നമ്മളെല്ലാവരും മിക്കപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ആവറേജ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ശരിക്കുള്ള മീനിങ്? ഇപ്പൊ ഞാൻ ചോദിച്ചാൽ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് മാർക്ക് 70 എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൽ 90 മാർക്ക് വാങ്ങിച്ച കുട്ടി ഉണ്ടാവും, 40 മാർക്ക് വാങ്ങിച്ച കുട്ടി ഉണ്ടാവും, 65 മാർക്ക് വാങ്ങിച്ച കുട്ടി ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സിന്റെ ആവറേജ് മാർക്ക് 70 എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള അറിവ് എന്താണ്? അതല്ലെങ്കിൽ ആ 70 ആ കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്ന ആ ഒരു നമ്പർ കൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇത്? ഒരുപാട് ആൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമായിരിക്കും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് അത് മനസ്സിലാവും. വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മുഴുവൻ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നു. ഇവിടെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. അത് ട്രേഡിംഗിൽ മാത്രമല്ല, ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ നമ്മൾ അത് പഠിക്കുന്നതിന് മുമ്പ് ഈ ആവറേജ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശം മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ്. ആ സ്കൂളിലെ ഒരു ക്ലാസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ക്ലാസ്സിനകത്ത് 10 കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാ മാസവും മാത്സിന്റെ എക്സാം ഉണ്ട്. 100ലാണ് മാർക്ക് നടക്കുന്നത്. അപ്പോൾ ഈ മാസത്തെ കുട്ടികളുടെ മാർക്ക് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്റ്റുഡന്റ് 1, സ്റ്റുഡന്റ് 2, സ്റ്റുഡന്റ് 3, അങ്ങനെ സ്റ്റുഡന്റ് 10 വരെ ഉണ്ട്. പല റേഞ്ചിലുള്ള മാർക്ക് കുട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ മാർക്കിന്റെ ആവറേജ് എടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മാർക്സ് എല്ലാം കൂടെ ആഡ് ചെയ്യും. 50 + 70 + 60 + 60 + 80 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 73 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10 ആണ്, ആവറേജ് 73 ആണ്. ഇത് ഒരു സ്റ്റുഡൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇതേപോലെ ഇരിക്കും. 73 എന്ന് പറയുന്നത് ഒരു ലൈൻ പോലെ അവിടെ വരച്ചിട്ടുണ്ട്. അതിന് മുകളിലും താഴെയും ഒക്കെ ആയിട്ടാണ് കുട്ടികളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. അവിടെ വരെ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്റെ ചോദ്യം, ഈ 73 ഈ കുട്ടികളുടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഹെഡ് മാസ്റ്ററിന് എന്താണ് ഗുണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 70 നിങ്ങൾ ആ ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 70, 75 മാർക്ക് വാങ്ങിച്ച 2 കുട്ടികളുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ 73 ഏറ്റവും നിയർ ആയിട്ട് നിൽക്കുന്ന മാർക്ക്. ബാക്കി 8 കുട്ടികളും 73 അടുത്തല്ല മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ ചോദ്യം വരും, ഹെഡ് മാസ്റ്ററിന് 73 കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത്. അത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആ സ്റ്റുഡൻസിന്റെ ഈ മാസത്തെ ആവറേജ് മാർക്ക് എടുത്തു. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഇനി എന്ത് ചെയ്യണം? അടുത്ത 6 മാസവും ഇതേപോലെ കുട്ടികളുടെ ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ഈ എടുത്ത എക്സാമ്പിളിൽ തന്നെ ഇതേപോലെ മന്ത്ലി ബ്രേക്ക് ഡൗൺ കൊടുത്തിട്ടുണ്ട്. 73, 78, 76, 80, 81, 82. അത് മന്ത് 1, മന്ത് 2, മന്ത് 3, മന്ത് 4, അങ്ങനെ 6 മാസത്തെ കുട്ടികളുടെ ആവറേജ് മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ഹെഡ് മാസ്റ്റർ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു ഗ്രാഫിലോട്ട് ഇത് പ്ലോട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഈ കുട്ടികൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും ബെറ്റർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇനി നമ്മളൊരു എക്സാമ്പിൾ എടുത്തു, നേരത്തെ കാണിച്ചതല്ല. ഇപ്പൊ ഇങ്ങനെയാണ്, അതായത് 81, 78, 74, 70, 66, 62 എന്നാണ് വന്നതെങ്കിൽ അത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കുട്ടികൾ പെർഫോം ചെയ്യുന്നത് നന്നായിട്ടല്ല. ഓരോ മാസം കഴിയുമ്പോഴും കുട്ടികൾ മോശമായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ആവറേജ് മാർക്ക് കൊണ്ട് ഹെഡ് മാസ്റ്ററിന് എന്തൊക്കെ ചെയ്യാം? കുട്ടികൾ നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ് എന്ന് ഹെഡ് മാസ്റ്ററിന് മനസ്സിലാക്കാം. കുട്ടികളെല്ലാം മോശമായിട്ടാണ് പെർഫോം ചെയ്തത്, ആവറേജ് മാർക്ക് മുന്നോട്ട് കുറഞ്ഞുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഹെഡ് മാസ്റ്ററിന് എന്ത് മനസ്സിലാവും? ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അവർക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്നത് ശരിയാവുന്നില്ല എന്നോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫാക്കൽറ്റി വേണമെന്നോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ കാരണം കുട്ടികളുടെ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നോ, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാമെന്നോ, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഹെഡ് മാസ്റ്ററിന് കൂടുതൽ ഡയറക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ എന്ന് കേട്ടിട്ടുള്ള ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആവറേജ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. പക്ഷേ ആവറേജ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 6 മാസത്തെയോ 8 മാസത്തെയോ 10 മാസത്തെയോ ഒക്കെ ആവറേജ് നമ്മുടെ ഹെഡ് മാസ്റ്ററിന്റെ കയ്യിലുണ്ട്. പക്ഷേ നാളെ ആ ക്ലാസ്സിലുള്ള ഏതെങ്കിലും ഒരു കുട്ടി വാങ്ങിക്കാൻ പോകുന്ന മാർക്ക് എത്രയാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെഡ് മാസ്റ്ററിന് ഈ നമ്പർ കൊണ്ട് സാധിക്കില്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു കുട്ടിയുടെ മാർക്കെന്ന് മാത്രമല്ല, അടുത്ത മാസം ഈ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് വാങ്ങിക്കാൻ പോകുന്ന ആവറേജ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും നമുക്ക് മുമ്പേ ഉള്ള ഈ ആവറേജസ് കൊണ്ട് സാധിക്കില്ല. അത് കേട്ടിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ കേട്ട് നോക്കുക. അതല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് കഴിഞ്ഞ 6 മാസത്തെ കുട്ടികൾ വാങ്ങിച്ച ആവറേജിന്റെ മാർക്ക് എൻ്റെ കയ്യിലുണ്ട്. 7ാമത്തെ മാസം കുട്ടികൾ വാങ്ങിക്കാൻ പോകുന്ന ആവറേജ് മാർക്ക് എന്താണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ ഈ കഴിഞ്ഞ 6 മാസത്തെ നമ്പർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കില്ല. കുട്ടികൾ പെർഫോം ചെയ്യുന്നത് നന്നായിട്ടാണോ മോശമായിട്ടാണോ എന്ന് മാത്രമാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ചാർട്ടിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷനാണ് ഈ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇത് ഒന്ന് തലയിൽ കയറ്റി വെച്ചോളാം, പിന്നീട് നമുക്ക് ഇത് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ആവറേജിന്റെ ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ട സാധനമാണ് മൂവിംഗ് ആവറേജ്. മൂവിംഗ് ആവറേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ആവറേജ് എടുക്കുന്നത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ന്. പക്ഷേ അതൊരു എക്സാമ്പിൾ കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഇത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം. അതായത് മന്ത് 1, 2, 3, 4, 5, 6 6 മാസത്തെ കുട്ടികളുടെ ആവറേജ് മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആവറേജിന്റെ ആവറേജ് എടുക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടും. അതായത് 69, 71, 73, 78, 76, 80 ഇതെല്ലാം കൂടെ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് 74.5 എന്ന് കിട്ടും. അത് നമുക്ക് കിട്ടി. ഇനി 6 മാസം കഴിഞ്ഞു, ഒരു മാസം കൂടെ കഴിഞ്ഞു, അതായത് 7ാമത്തെ മാസം കൂടെ ആയി. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? 6 മാസത്തെ ആവറേജ് എടുക്കും. അതായത് തൊട്ട് മുന്നേ ഉള്ള 6 മാസത്തെ ആവറേജ് മാത്രം എടുക്കും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മന്ത് 1 നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഈ 69 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി 71, 73, 78, 76, 80, 81 തൊട്ട് മുന്നേ ഉള്ള 6 മാസത്തെ ആവറേജ് നമ്മൾ എടുക്കും. 8ാമത്തെ മാസത്തെ മാർക്കും കൂടെ നമുക്ക് വന്നു, 81 എന്നൊരു മാർക്കും കൂടെ നമുക്ക് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് മുന്നേ ഉള്ള ഒരു മന്തും കൂടെ ഡ്രോപ്പ് ചെയ്യും. അതായത് മന്ത് 2 കൂടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ തൊട്ട് മുന്നേയുള്ള 6 മാസം എടുത്തിട്ട് ആ 6 മാസത്തെ ആവറേജ് നമ്മൾ എടുക്കും. അതായത് ഓരോ മാസത്തെ ഡാറ്റ മുന്നോട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും തോറും നമ്മൾ ഈ ടൈം ഫ്രെയിം ഇങ്ങനെ നീക്കി വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ 6 എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ടൈം വിൻഡോ എന്ന് പറയുന്നത്. ആ 6 നമ്മൾ സെറ്റ് ചെയ്തതാണ്. നമുക്ക് 6 വേണമെന്നുണ്ടെങ്കിൽ 3 ആക്കാം. അതായത് എല്ലാ 3 മാസത്തെ ആവറേജ് എടുത്തെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ 10 ആക്കാം, 20 ആക്കാം, 200 ആക്കാം. അത് നമ്മുടെ ഇഷ്ടം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഗ്രാഫ് ഒന്ന് നോക്കിയേ. ഈ ഗ്രാഫിൽ ഓരോ മാസവും അവിടുത്തെ കുട്ടികളുടെ ആവറേജ് മാർക്കും നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തൊക്കെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ അതിനകത്ത് മൂവിംഗ് ആവറേജിന്റെ വാല്യൂ നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോഴത്തേക്ക് അത് നമുക്ക് സ്ട്രെയിറ്റ് മുകളിലോട്ട് കയറി പോകുന്നൊരു വാല്യൂ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ കുട്ടികൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വളരെ നേരെ ഉള്ളൊരു ലൈൻ അല്ലെങ്കിൽ സ്മൂതൻഡ് ആയിട്ടുള്ള ഒരു കർവ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ സ്മൂതൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ നമുക്ക് കിട്ടി. ഇവിടെ നമ്മുടെ കുട്ടികളുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഫ്ലക്ച്വേറ്റിംഗ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളുടെ മാർക്ക് നമ്മൾ വരച്ചപ്പോൾ ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. നമ്മുടെ മൂവിംഗ് ആവറേജ് അത് നമുക്ക് അത്യാവശ്യം സ്ട്രൈറ്റ് ആയിട്ട് തന്നു. പക്ഷേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയല്ല. സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുമ്പോൾ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ ഈ വളരെയധികം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ഗ്രാഫിനെ ഒന്ന് സ്മൂതൻ ചെയ്ത് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കാണിച്ചു തരാനായിട്ട് നമുക്ക് ഈ മൂവിംഗ് ആവറേജ് യൂസ് ചെയ്യാം. അതൊന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ വേറൊരു ഗ്രാഫും കൂടെ എടുത്തിട്ടുണ്ട്. അതായത് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു കുട്ടികളുടെ മാർക്ക് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അവിടെ മൂവിംഗ് ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചെറിയ രീതിയിൽ കുട്ടികളുടെ മാർക്ക് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 66.3 സ്റ്റാർട്ട് ചെയ്ത് 80ലാണ് കുട്ടികളുടെ മാർക്ക് വന്നിരിക്കുന്നത്. അതായത് വളരെ സ്ലൈറ്റ് ആയിട്ട് കുട്ടികൾ ബെറ്റർ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ മൂവിംഗ് ആവറേജ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ കയ്യിൽ കുറേ നാളത്തെ ഡാറ്റ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഒരു ടൈം വിൻഡോ നമ്മൾ ചൂസ് ചെയ്തിട്ട് അതുവരെയുള്ള ആവറേജ് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം പുതിയ ഡാറ്റ വന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ ടൈം ഫ്രെയിം മുന്നോട്ട് മാറ്റി തൊട്ട് മുന്നേ ഉള്ള ഡേറ്റ ഡ്രോപ്പ് ഓഫ് ചെയ്ത് പുതിയ ഡേറ്റ എടുത്തെടുത്ത് ആ സെയിം ടൈം വിൻഡോ തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ വാല്യൂസ് എല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. അതാണ് മൂവിംഗ് ആവറേജ്. ഇനി നമ്മൾ ഇത്രയും നേരം കുട്ടികളുടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഇനി സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഇൻവെസ്റ്റേഴ്സും എല്ലാ ആളുകളും വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൂവിംഗ് ആവറേജ് നമ്മളൊരു ചാർട്ടിലേക്ക് വരച്ച് വെച്ചാൽ, നമ്മൾ വരയ്ക്കൊന്നും വേണ്ട, നമ്മൾ വെറുതെ സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. മൂവിംഗ് ആവറേജ് കൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മുന്നോട്ട് എന്താകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല നമ്മളിത് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ മാർക്കറ്റിന്റെ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു കമ്പനിയുടെ പ്രൈസ് അതിന്റെ ട്രെൻഡ് എങ്ങോട്ടാണ്, മുകളിലോട്ടാണോ താഴോട്ടാണോ അതോ ട്രെൻഡ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണോ പോകുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എങ്ങനെയാണ് മൂവിംഗ് ആവറേജ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 ദിവസത്തെ ടൈം വിൻഡോ നമുക്ക് എടുക്കാം. അതായത് 5 മൂവിംഗ് ആവറേജ് 5 MA ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു കമ്പനി ABC എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ കമ്പനിയുടെ കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് 10, 12, 11, 10, 12, 13 ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസിംഗ് പ്രൈസ്. ഇതിന്റെ 5 MA നമ്മൾ എടുക്കുമ്പോൾ എന്തായിരിക്കും ആവുന്നത്? 10 + 12 + 11 + 10 + 12/5 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 ആണ് 5 MA. ഇങ്ങനെ അടുത്ത ദിവസത്തെ ഡാറ്റ കിട്ടുമ്പോൾ നമ്മുടെ തൊട്ട് ആദ്യം കിടന്നിരുന്ന 10 നമ്മൾ ഒഴിവാക്കും. പുതിയ ഡാറ്റ അതിപ്പോൾ 13 ആണെങ്കിൽ 13, 12 ആണെങ്കിൽ 12. അതിനുശേഷം അടുത്ത ദിവസത്തെ ഡേറ്റ വരുമ്പോൾ നമ്മൾ ആദ്യം കിടക്കുന്ന 12 നമ്മൾ ഒഴിവാക്കും. അങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ 5 MA എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് 5 MA മാത്രമല്ല 10, 200, 250 എന്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചാർട്ട് എടുത്ത് വെച്ചിട്ട് വെറുതെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ആ മൂവിംഗ് ആവറേജ് ലൈൻ അവിടെ വന്നു കിടക്കും. നമ്മളിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ മുന്നോട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ വളരെ റാൻഡം ആയിട്ട് ഉള്ള ഒരു ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ചാർട്ടിനകത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവിടെ ഞാൻ മൂവിംഗ് ആവറേജ് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു 20 മൂവിംഗ് ആവറേജ് എടുക്കുന്നു. 20 മൂവിംഗ് ആവറേജ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം.
അതേപോലെ തന്നെ 200 മൂവിങ് ആവറേജ് ഞാൻ എടുക്കുന്നു. 200 മൂവിങ് ആവറേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരേ സമയം ചാർട്ടിൽ 20യും 200 ഒക്കെ നമുക്ക് ഇടാം. ഈ പല മൂവിങ് ആവറേജസ് വെച്ചിട്ട് പല മൂവിങ് ആവറേജസ് ക്രോസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇതാണ്, അത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇതാണ്, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ഇതിനുണ്ട്. നമുക്കതൊക്കെ മുന്നോട്ട് പഠിക്കാം. പക്ഷേ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ മൂവിങ് ആവറേജ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ച ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് എത്രത്തോളം മെസ്സി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ പോലും ഈ മൂവിങ് ആവറേജിന്റെ മൂവ്മെന്റ് വളരെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ആ മൂവിങ് ആവറേജിന്റെ ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അതായത് 200, 10, 5 എന്നൊക്കെ നമ്മൾ ഇടുന്ന ആ ഒരു ടൈം വിൻഡോ, അത് എത്രത്തോളം വലുതാവുന്നുണ്ടോ അത്രത്തോളം സ്മൂത്ത് ആയിരിക്കും നമ്മുടെ കർവ്. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ 200 MA എന്നിട്ട് കഴിഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ 200 ദിവസത്തെ നമ്പർ എടുത്തിട്ടാണ് അതിനെ ആവറേജ് എടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഫ്ലക്ച്വേഷൻസ് അത്രത്തോളം മിനിമൈസ് ചെയ്യാൻ സാധിക്കും ആ ഒരു കർവിന്. ഈ 200 എന്ന് പറയുന്നത് 3 ആയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഫ്ലക്ച്വേഷൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. 5 ആയി കഴിഞ്ഞാൽ കുറച്ച് കുറയും, 10 ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറയും, 100 ആയി കഴിഞ്ഞാൽ വളരെ കുറയും. അങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള കർവ് നമുക്ക് കിട്ടും. എല്ലാ സമയത്തും നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള കർവ് തന്നെയാണ് ഏറ്റവും കിടലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഡിപ്പെൻസ് ഓൺ ദി സെനാരിയോ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സെനാരിയോയിലാണ് ആവശ്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഇനി മൂവിങ് ആവറേജിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും, നമ്മൾ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് എപ്പോഴും മൂവിങ് ആവറേജിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ശരിയാണ് എന്നും പറയാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ചാർട്ടാണ്. ആ ചാർട്ടിന് മൂവിങ് ആവറേജ് ഉണ്ട്. അതിന്റെ പ്രൈസ് ഇപ്പോൾ മൂവിങ് ആവറേജിന്റെ അടുത്തല്ല നിൽക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രൈസ് പയ്യെ താന്ന് മൂവിങ് ആവറേജിന്റെ അടുത്തോട്ട് വരും. അതായത് മൂവിങ് ആവറേജ് എപ്പോഴും ഈ പ്രൈസിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യും എന്ന് പലപ്പോഴും പല ആളുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് കംപ്ലീറ്റ്ലി ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി തെറ്റാണെന്നും പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊണ്ട് ഞാൻ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ പ്രൈസ് ഇങ്ങനെ വളരെ പതിയെ രീതിയിലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂവിങ് ആവറേജും കൂടെ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ തന്നെ കീ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെൻ ദ സ്റ്റോക്ക് പ്രൈസ് സഡൻലി ജംപ്സ്, അതായത് ഈ 13ാമത്തെ ദിവസത്തിനോടൊക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്ക് ഈ സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് മുകളിലോട്ട് ജമ്പ് ചെയ്യാൻ തുടങ്ങി. ഈ മൂവിങ് ആവറേജ് എന്താണ് ചെയ്തത്? മൂവിങ് ആവറേജ് ആ പ്രൈസിനെ പിടിച്ച് വലിച്ച് മൂവിങ് ആവറേജിന്റെ അടുത്തോട്ട് കൊണ്ടുവരികയല്ല ചെയ്തത്. അങ്ങനെയല്ല. മൂവിങ് ആവറേജ് നമ്മൾ ഇത്രയും നേരം പഠിച്ചു, ആവറേജ് എടുത്തിട്ട് അതിന്റെ മൂവിങ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ദ മൂവിങ് ആവറേജ് സ്ലോലി ക്യാച്ചസ് അപ് ടു ദ നെക്സ്റ്റ് പ്രൈസ് ലെവൽ. അതായത് മൂവിങ് ആവറേജ് ഈ പ്രൈസിന്റെ മൂവ്മെന്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. അതെങ്ങനെയാണ്? നമ്മൾ ടൈം വിൻഡോ കൂട്ടുമ്പോഴത്തേക്ക് ഈ മുകളിലോട്ട് പോയ പ്രൈസും കൂടി ഈ കാൽക്കുലേഷനിലേക്ക് വരും. ആ കാൽക്കുലേഷനിലേക്ക് വരാൻ എടുക്കുന്ന ചെറിയൊരു ഡിലേ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൂവിങ് ആവറേജിനെ ലാഗിങ് ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചെറിയ സമയം എടുത്തിട്ടാണെങ്കിലും മൂവിങ് ആവറേജ് പതിയെ ഈ പ്രൈസിലേക്ക് ക്യാച്ചപ്പ് ചെയ്ത് മുകളിലോട്ട് പോകും. അങ്ങനെ ഈ മൂവിങ് ആവറേജ് ആണ് ശരിക്കും പ്രൈസിന്റെ അടുത്തോട്ട് പോകുന്നത്. അതല്ലാതെ മൂവിങ് ആവറേജ് ഈ പ്രൈസിനെ പിടിച്ച് വലിച്ച് അതിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമല്ല. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിപ്പം ഒരു കുട്ടികളുടെ മാർക്കിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം 100% കറക്റ്റ് ആണ്. കാരണം എന്താണ്? കുട്ടികളുടെ മാർക്ക് ഒറ്റയടിക്ക് മുകളിലോട്ട്, അതായത് ഒരു മാസം കുട്ടികളെല്ലാം അടിപൊളിയായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു, അപ്പൊ തന്നെ അടുത്ത മാസം കുട്ടികൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് പതിയെ ഈ മാർക്കിന്റെ കാൽക്കുലേഷൻ കയറി വരുമ്പോഴത്തേക്ക് മൂവിങ് ആവറേജ് പതിയെ മുകളിലോട്ട് ക്യാച്ചപ്പ് ചെയ്ത് തുടങ്ങും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വ്യത്യാസമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ പ്രൈസും എല്ലാ ആളുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആളുകളുടെ സൈക്കോളജിയും കൂടെ ഇതിൽ ഇൻവോൾവ് ആണ്. അതായത് ഒരുപാട് ആളുകളും ചിന്തിക്കുന്നത് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവിങ് ആവറേജിലേക്കായിരിക്കും വരുന്നത് എന്നാണ്. അതനുസരിച്ചായിരിക്കും അവർ ട്രേഡ് ബൈ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഈ ഒരു ഫാക്ടറും കൂടി ഇതിൽ ആഡ് ആവുന്നത് കൊണ്ട് മൂവിങ് ആവറേജിലേക്ക് ഈ പ്രൈസ് വരാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്. അതിന്റെ കാരണം ആളുകളുടെ സൈക്കോളജിയാണ്. അതായത് ആളുകൾ ഇമോഷണലി ഈ പ്രൈസ് മൂവിങ് ആവറേജിലേക്ക് വരും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടും അവരതനുസരിച്ച് ബൈ ആൻഡ് സെല്ല് നടത്തുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതല്ലാതെ ഇൻഹറന്റ്ലി മൂവിങ് ആവറേജിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല. ഐ ഹോപ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന്. അത് കുറച്ചെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നും കൂടെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു നോക്കുക. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം പഠിക്കുന്ന സമയത്തും ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഇമോഷനും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് ആ ഇമോഷണൽ ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ആ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ കാണിച്ചപ്പോൾ നിങ്ങൾ അതിനകത്ത് മിത്ത്, ദ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ സെക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കുറച്ചുകൂടി അതിനെപ്പറ്റിയുള്ള ഐഡിയ കിട്ടും. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ആവറേജ് എന്താണെന്ന് പഠിച്ചു, മൂവിങ് ആവറേജ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മളിപ്പോൾ കണ്ടത് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. ഇതിനേക്കാളും ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട്, അത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. അത് നമ്മൾ അടുത്ത സെക്ഷനിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ മെസ്സി ആയിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രൈസ് മൂവ്മെന്റിനെ സ്മൂത്ത് ആക്കി നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. രണ്ടാമത്, മൂവിങ് ആവറേജ് എപ്പോഴും പ്രൈസിന്റെ അടുത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പ്രൈസിനെ വലിച്ച് മൂവിങ് ആവറേജിന്റെ അടുത്തോട്ട് വരുമല്ല ചെയ്യുന്നത്. പക്ഷേ അതിൽ ഒരു ട്രേഡറിന്റെ സൈക്കോളജിയും കൂടി ഇൻവോൾവ് ആണ്. ആ ഒരു ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഈ സിമ്പിൾ മൂവിങ് ആവറേജ്, നമ്മളിപ്പോൾ പഠിച്ച ഈ സിമ്പിൾ മൂവിങ് ആവറേജിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, നമ്മൾ ആദ്യം കണ്ടു ഈ ടൈം വിൻഡോ
ആദ്യം നേരത്തെ കിടക്കുന്നത് ഡ്രോപ്പ് ഓഫ് ചെയ്ത് പോകും എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ 6 എടുത്തിരിക്കുന്നത്, 7 മാസം മുന്നേ ഉള്ള ആ വാല്യൂ ഒരുപാട് വലുതാണ്. ഇപ്പം കുട്ടികളുടെ മാർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് 91 ആണ്, അല്ലെങ്കിൽ 95 ആണ്, അതുപോലെ വലിയൊരു നമ്പറാണ്. അത് പെട്ടെന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മൊത്തം മൂവിംഗ് ആവറേജിന്റെ കാൽക്കുലേഷൻ വലിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഈ ഡ്രോപ്പ് ഓഫ് ചെയ്തു പോകുന്ന ആ നമ്പറിന്റെ വലിപ്പം അല്ലെങ്കിൽ അത് ഒത്തിരി ചെറുതാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമ്മുടെ ഈ മൂവിംഗ് ആവറേജിന്റെ കാൽക്കുലേഷനിൽ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണ്, ഇത് കുറച്ചൊന്ന് ലാഗിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഈ വാല്യൂസ് എല്ലാം വന്ന് അത് കാൽക്കുലേഷനിൽ കയറി ഈ പുതിയതായിട്ട് വന്ന വാല്യൂസ് ഒക്കെ പഴയ നിൽക്കുന്ന വാല്യൂസിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ വന്നാൽ മാത്രമേ ഇതിനൊരു നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ലാഗിംഗ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഒരു ലാഗിംഗ് നേച്ചർ കുറേയൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ എക്സ്പോണൻഷ്യൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത സെക്ഷനിലാണ് പഠിക്കുന്നത്. അപ്പോൾ സിമ്പിൾ മൂവിംഗ് ആവറേജിന്റെ ഒരു പ്രോബ്ലമാണ് ഈ നല്ലപോലെ ലാഗിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്താണ് എന്നും എങ്ങനെയാണ് അത് സിമ്പിൾ മൂവിംഗ് ആവറേജിനേക്കാളും കുറച്ചും കൂടെ കാര്യങ്ങൾ ബെറ്റർ ആക്കി നമുക്ക് കാണിച്ചു തരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം.